എന്ത് താല്പര്യമുള്ളത്? എന്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചത്? വീട് എനിക്ക് വലിയ മാനസാന്ത വിഷമമുണ്ട് ഒരു കാര്യത്തിൽ. മുജാഹിദുകളെ സാധാരണ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന സദസ്സിൽ പിരിവ് നടത്താറില്ല. ഞാൻ അതിലേറെ വേദനിക്കുന്നവനാണ്. കാരണം ആളുകൾ തെറ്റിദ്ധരിക്കും. പിന്നെന്താണ്? ആ സ്ഥാനങ്ങളില്ല, തിരിച്ച പണമില്ല, അക്കൗണ്ടുകളില്ല, റെസിപ്റ്റുകളില്ല. ഞങ്ങൾ ആദർശത്തിന്റെ പേരിൽ ആദർശമില്ലാത്ത നേതൃത്വത്താൽ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടും. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരെ സമീപിക്കേണ്ടി വന്നു. ഇല്ല, ഒരു പ്രോഗ്രാമിന് പോലും ഞങ്ങൾ ഇങ്ങനെ ബക്കറ്റും ഇതുമായിട്ട് ഇരിക്കാറില്ല. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ആദർശം കൊടുക്കുക, അവർ നന്നാവട്ടെ, ഒരു നിലക്കും ഭൗതികമായവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. ഇപ്പൊ ഞങ്ങളെല്ലാം സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും പടച്ചോനെ സഹായിക്കുക. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുമ്പോ അത് ചെയ്യാം. ഇന്നൊരു യുദ്ധത്തിന് എത്ര വേണം എന്ന് നബി പറഞ്ഞ അവർ കൊടുത്തിരുന്നു, സന്ദർഭമനുസരിച്ച്. ആ ഒരു ചര്യ മാത്രമാണിത്. ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ, ജനങ്ങളോടൊരു കടപ്പാടുണ്ട് നമുക്ക്. ഇവിടെ മരിച്ചു പിരിയുന്നവരോടൊരു കടപ്പാടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം മടവൂരികളുടെ സേവനം എന്തായിരുന്നു? അമുസ്ലിങ്ങൾക്ക് അവരെത്ര മതമെത്തിച്ചു, ആദർശമെത്തിച്ചു? ഇല്ല. മാതൃസംഘടനയെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ, ടി പി അബ്ദുൽ ഖാദർ മദനിയെ ചീത്ത പറയുകയായിരുന്നു 10 കൊല്ലം. അലി മദനി, മൻസൂർ ചെമ്മാട്, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ ഒക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ചേ. ഇപ്പൊ ഇതാ അവരോടൊപ്പം ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ ചേർന്ന് യഥാർത്ഥ ആദർശവാദികളെ തെരുവിളിച്ചുകൊണ്ടിരിക്കുന്നു, ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു, എനർജി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വരും കാലങ്ങളിൽ നിങ്ങൾ അറിയുക, കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഇപ്പോൾ നിലനിൽക്കുന്ന നേതൃത്വത്തിന് തൗഹീദ് പറയാൻ എനിക്ക് കഴിയില്ല. തൗഹീദ് പറയാൻ കയറിയിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താനല്ലാതെ, ജിന്നിനോട് വേർന്നവരെന്ന് പറയാനല്ലാതെ തെളിവ് തിരിക്കാൻ കഴിയില്ല. സാക്ഷാൽ ദീൻ ഈ സമൂഹത്തിന് കിട്ടുകയില്ല. അതും ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ദൗത്യം എന്നും അതായിരുന്നു. നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്ന ദൗത്യം ഈ ഒരു യാഥാർത്ഥ്യമാണ്. ഒരാളെങ്കിൽ ഒരാളെ എല്ലാ ദിവസവും ഞങ്ങൾ പ്രസംഗിക്കുന്നു. 1, 2, 3 നിങ്ങൾക്ക് നെറ്റിൽ കയറിയാൽ കാണാം. ഇത്രയേറെ പ്രസംഗ ഡേറ്റുള്ള പ്രബോധകരുള്ള ഒരു സംഘം ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന പണ്ഡിത പ്രബോധകന്മാരെ പോലെ കേരളത്തിൽ ഒരു സംഘടനക്കില്ല. അറിഞ്ഞോളെ നിങ്ങൾ, മനസ്സിലാക്കിക്കോളെ നിങ്ങൾ. വൈവിധ്യങ്ങളായ വിഷയങ്ങൾ, ലൈറ്റ് എക്സിബിഷനുകൾ, കോട്ടക്കലിന്റെ ഹൃദയഭാഗത്ത് ഹൈവേയിൽ, ആ മലബാർ ജില്ലയൊക്കെ നിലനിൽക്കുന്ന നാഷണൽ ഹൈവേയിൽ പടച്ചവരിലേക്ക് ക്ഷണിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിൽ ചിന്തകളുടെ കോലലക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ എക്സിബിഷനുകളുടെ പുനരാവർത്തനങ്ങൾ. ഇൻസൈറ്റ് എക്സിബിഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നപ്പോ അത് ചുറ്റിക്കണ്ട MLA, അത് ചുറ്റിക്കണ്ട മുൻമന്ത്രി അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതാണ് മതമെങ്കിൽ ഇത് നിലനിൽക്കണം, ഇത് ഗംഭീരമാണ്, മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് എന്നവർ മുപ്പകണ്ഠം പ്രശംസിച്ചു. ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവരുണ്ടവിടെ, അവർക്ക് ഈ മതമെത്തണം. ക്രൈസ്തവരുണ്ടവിടെ, അവർക്ക് ഈ മതമെത്തണം. മാറി മാറി വരുന്ന സർക്കാരുകളുണ്ടവിടെ, അവരവഗണിച്ചുകൂടാ. മന്ത്രിമാർ, MLA-മാർ, MP-മാർ, അവരൊക്കെ അല്ലാന്റെ വായു ശ്വസിക്കുന്ന വെള്ളം കുടിക്കുന്ന അടിമകളാണ്. അവർക്ക് തൗഹീദെത്തണം. രാഷ്ട്രീയക്കാരെ ഭൗതിക കാര്യത്തിന് ഉപയോഗിക്കുക, അവർക്ക് ദീനെത്തിച്ചു കൊടുക്കാതിരിക്കുക, ഇത് ശരിയല്ല. അത് തിരിച്ചറിവാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല കാര്യങ്ങളിലും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആളുകളെ ഇരുത്തി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാം, ഇൻസൈറ്റ് എക്സിബിഷനൊക്കെ നമ്മൾ ചെയ്തത് ക്ഷണിക്കപ്പെട്ട എല്ലാ മതത്തിലെ പ്രതിനിധികളും ഇരുത്തിക്കൊണ്ട് 20 മിനിറ്റ് നമ്മൾ ആദ്യമായി നമുക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിച്ചിട്ടേ അവരുടെ പ്രസംഗം നടക്കുള്ളൂ. എന്തുകൊണ്ട്? അവർ പ്രസംഗിച്ചിറങ്ങിപ്പോകും, അവർ കേൾക്കാൻ കഴിയില്ല. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം. ഇത് നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലതാണ്. ഇത് നിങ്ങൾക്ക് അല്ലാഹനെ ബോധിപ്പിച്ചാൽ മതി. പക്ഷെ കണ്ണുള്ള ജനങ്ങൾ ഇത് അറിയുന്നുണ്ട്, കാണുന്ന ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, കേൾക്കാൻ കാതുപയോഗിക്കുന്നവർക്ക് ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ വെറുതെ പറയുന്നല്ല, സമസ്തയിൽ നിന്ന് എത്ര ആളുകൾ ഇപ്പോ ഈ വിവാദത്തിന് ശേഷം മുജാഹിദായി, ഈ വിവാദത്തിന് ശേഷം എന്നെ കാണിച്ചു തരാനെങ്കിൽ അതും ഈ പ്രബോധകരുടെ തന്നെ ഈ ആരോപണം ഏറ്റുവാങ്ങി ഏത് കാലത്ത്. എനിക്ക് ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് എന്നറിയുന്നു, ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള പിരിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ APK സുന്നക്ക് ദേശീയരോടായിരുന്നു. കേരള നേതൃത്വം ഞങ്ങളെ പോലത്തെ പ്രബോധകരോട്. ഇന്നും EKP സുന്നികൾക്ക് ആരോടാ ദേശവും? അനീഫ് കായ്ക്കോടിനോടല്ല, അനസിനോടല്ല. ഇപ്പോഴും ആരെ കളിപ്പിങ്ങ? ഹുസൈൻ സൽഫിന്റെ, സക്കറിയ സുലൈന്റെ ഒക്കെ കളിപ്പി. എന്താ കാരണം? എന്നും മൂല ആദർശത്തെ തകർക്കുന്ന വിപ്ലവകാരികൾ ഇവരാണെന്ന് അവർക്കറിയാമായി.
സമസ്തക്കാര് ഈ രണ്ട് ടീമിനെയും പരിഗണിക്കില്ല. ഏത് മുൻപ് ഹുസൈൻ മടവൂരിന്റെ കൂടെ ഉള്ളവരും ഇപ്പോൾ ഹുസൈൻ മടവൂരിന്റെ കൂടെ പോയ ഓഫീസിൽ ഇരുന്നിട്ടില്ലെങ്കിലും ആദർശപരമായ 100% യോജിച്ചവരും അവരെ APK സുന്നികൾ എതിർക്കില്ല. മൃദുല നയമായിരിക്കും. ഞാൻ മൃദു പറയില്ല, നമുക്കൊക്കെ അനുഭവം. എന്താ കാരണം? ഇസ്ലാമിന്റെ ആദർശം നമ്മുടെ കയ്യിലാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും വെറുപ്പാരോടാ? അത് അവരുടെ എഡിറ്റോറിയൽ വായിച്ചറിയാം. ഇവിടുത്തെ എല്ലാവരുടെയും വെറുപ്പാരോടാ? നമ്മളോടാണ്. എന്താ കാരണം? നമ്മുടെ കയ്യിലാണ് ദീനുള്ളത്, നമ്മുടെ കയ്യിലാണ് ആദർശമുള്ളത്. പ്രബോധകൻ ആക്ഷേപിക്കപ്പെടും അല്ലേ? ഇന്നും ആക്ഷേപം കേൾക്കുന്ന ആരാ? നമ്മളല്ലേ? ജിന്നുലികളെന്ന് പല വിളികൾ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കും. എന്തേ കാരണം? അള്ളാന്റെ ദീന പ്രബോധനം ചെയ്യുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയപ്പോ, അതവർ ഉപേക്ഷിച്ചപ്പോ അവരാ ചീത്തയിൽ നിന്ന് മുക്തമായി. നേതാക്കന്മാരും കുറച്ചാളുകളും കുറഞ്ഞ ആളുകളും എണ്ണപ്പെട്ടെ. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാൻ തയ്യാറുമല്ല, കേൾക്കാൻ പോലും തയ്യാറുള്ള പലരും എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. അതൊക്കെ അന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് കണക്കാക്കും. പിന്നെ നമ്മുടെ ഒരു ദൗത്യം കാലു ഞങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഒരു മഹാദൗത്യം അത് നിങ്ങൾ ചെയ്തിരുന്നു. അവർക്കൊരു വെളിച്ചമായേക്കാമല്ല എന്ന ആ മഹാന്മാരായ ബനൂ ഇസ്രായേലുകളിൽ ജീവിച്ച പൂർവികരായ മഹത്തുക്കൾ പറഞ്ഞ വാക്ക് അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പഠിച്ചോനോട് പറയണം, ഞങ്ങൾ ഈ ദൗത്യം എത്തിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ആള് കുറഞ്ഞോ കൂടിയോ ഇല്ലേ എന്ന് നമ്മൾ നോക്കാം. നമ്മൾ നോക്കില്ല. ഇപ്പൊ കടപ്പുറത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനത പങ്കെടുത്ത സമ്മേളനമാണ് കടപ്പുറത്ത് കഴിഞ്ഞ കാലം. ഞങ്ങൾ അതിന്റെ വലിപ്പം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എപ്പോഴും അതിന്റെ വലിപ്പം പറയും. ഞങ്ങൾക്കൊക്കെ തന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. മനസ്സിലായോ? ആദർശ പ്രബോധനം നടത്തി, ഏകദൈവാരാധന ഉദ്ഘോഷണം നടത്തി. എന്തേ കാരണം? പടച്ചോൻ ചോദിക്കില്ലെങ്കിൽ പടച്ചോൻ ചോദിക്കും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടീനോ എന്നുള്ള എന്തായാലും ചോദിക്കില്ല. ഉറപ്പാ. ഇല്ലാത്ത നുണ പറഞ്ഞിരുന്നോ? അതും ചോദിക്കില്ല. ആ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ കാലം കഴിച്ചു മുട്ടിയല്ലേ നഷ്ടമായിരിക്കും പറഞ്ഞോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ തൗഹീദ്? എന്താണ് തൗഹീദ്? അത് ഇന്ന് ഒന്നേ തന്നെ പലരും പഠിപ്പിക്കേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതെന്താണ്? അത് ശരിക്കും പഠിപ്പിക്കേണ്ട ദയനീയമായ ഒരവസ്ഥാവിശേഷത്തിൽ കാര്യങ്ങൾ വന്നു നിൽക്കുകയാണ്. മനസ്സിലായില്ല പലരും, പഠിക്കാൻ തയ്യാറായില്ല പലരും, ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പലരും. അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ച് നമ്മൾ പഠിക്കണം. സിമ്പിൾ. മക്ക മുശ്രിക്കുകളെ എടുക്കണം. ഫോർ എക്സാമ്പിൾ, മക്ക മുശ്രിക്കാവണമെങ്കിൽ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനെയാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. അബൂജഹൽ മുശ്രിക്കാണ്. അപ്പോൾ ഉറപ്പായി അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർത്താലേ മുശ്രിക്കാവും, അല്ലെങ്കിൽ കാഫിറാകുക. അല്ലെ? എല്ലാവർക്കും അറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. ബാപ്പാന്റെ പേര് അബ്ദുള്ള. ആരാട്ട്? വല്യാപ്പ. ചെമ്മാട്ടെ ഒരാള് അബ്ദുള്ള ജിങ്ങട്ട് എന്ന് പറഞ്ഞാൽ അവൻ ബിംബാരാധകനാണ്. ഇവിടെ ആരെങ്കിലും കരുതോ? ഇല്ല. കാരണം എന്താ? അത് മുസ്ലിമിന്റെ പേരാണ്. എങ്കിൽ നബിയുടെ ബാപ്പാക്ക് അബ്ദുള്ള എന്ന പേര് ആരും അല്ലാഹുവിന്റെ അടിമയാണ് അതിനർത്ഥം. അല്ലേ? ആ അല്ല ആരാ? അവർ വിശ്വസിച്ച അല്ല ആരാ? ആരാണ് അല്ലാഹ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാദുഹു എന്ന് വന്നു. ഖദീജത്തുൽ കുബ്ര പറഞ്ഞ വാക്ക് മാത്രം, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്ക് മാത്രം വിശ്വാസികളെ എന്ത് പ്രചോദനമാണ്? അവരേത് മദ്രസയിലാണ് പഠിച്ചത്? അവരെന്താ പറഞ്ഞത്? അല്ലാഹു ആണ്. നിങ്ങൾ അല്ലാഹ് കോയക്കൂല, പ്രയാസപ്പെടുത്തൂല. കാരണം താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. എന്റെ ഒരൊറ്റ ചോദ്യം ഇവിടുത്തെ APK സുന്നിയിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്ന് ചിന്തിച്ചു. സഹോദര, അല്ലാഹ്ക്ക് കുടുംബ ബന്ധം ചേർക്കൽ ഇഷ്ടമാണ് എന്ന മദ്രസ പാഠം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആര് പഠിപ്പിച്ചു? എപ്പോ പഠിച്ചു?
താങ്കൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഈ വിജ്ഞാനം ആ ഒരു പോയിന്റ് ആണല്ലോ. നമ്മൾ പറയടാ ദരിദ്രർക്ക് സമ്മാനിച്ച പഠിച്ചുകൊണ്ടിരുത്തുന്ന കൂലി, അത് ഹദീസിലുള്ള. അതേ നമ്മൾ പറയും വിധവയെ സംരക്ഷിച്ചാൽ രാത്രി നിന്ന് നമസ്കരിച്ചവനേക്കാൾ പകല് മുഴുവൻ നോമ്പ് നോത്തവനേക്കാൾ കൂലി ഉണ്ടെന്ന് നമ്മളിപ്പോ പറയുന്നത് എന്താ? ഹദീസാണ്. ഖദീജ ബീവി ഏത് ഹദീസ് ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണെന്ന് വിശ്വസിച്ചവരായിരുന്നു, ഇസ്മായിലി കുടുംബത്തിലെ ആളുകളായിരുന്നു, അവർ അല്ലാഹു വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ എന്താ അതെന്താ? അതാ അല്ലാഹ് പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ ശിർക്ക് കലർന്ന വിശ്വാസം. ഇത് എന്റെ വാക്കല്ല. സൂറത്ത് യൂസുഫ് 106-ാമത്തെ വചനം, 12-ാം അധ്യായം 106-ാമത്തെ വചനം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹുവിൽ അവരിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട്. അപ്പൊ ശിർക്ക് കലർന്നു അവരുടെ വിശ്വാസത്തിൽ. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും അറിയേണ്ട കാര്യം അതാണ്. അപ്പോ പടച്ചവനെ വിശ്വസിച്ചുകൊണ്ട് അവനിൽ അവർ പങ്കു ചേർക്കും. ലളിതമായ ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസം എന്താ? ദേവി ദേവസങ്കല്പങ്ങളൊക്കെ ഉണ്ടവർ അല്ലേ? ദശാവതാര സങ്കല്പങ്ങളൊക്കെ. അതിലെ ദേവിയെ കുറിച്ചും ദേവന്മാരെ കുറിച്ചും അവരെ സങ്കല്പം സ്വയം പര്യാപ്തതയുള്ള പടച്ചൊന്ന. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിംകളിൽപ്പെട്ട മമ്പർന്നങ്ങളിരുത്തും ഉള്ളാളന്നങ്ങളിരുത്തും ഒക്കെ പോയാൽ കുഴപ്പമില്ല, അതൊക്കെ ഇസ്ലാമാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാന്നുള്ളതിന്റെ പേരിൽ അവരോട് ആരാധന നടത്തുന്നവർ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ദേവീ ദേവ സങ്കല്പത്തിൽ ഹൈന്ദവ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ? അവർ സ്വയം പര്യാപ്തതയുള്ള ദൈവം, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ള, സ്വയം പര്യാപ്തതയുള്ള ദൈവം, സെപ്പറേറ്റ് ദൈവങ്ങളാണ് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതാദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മുടെ വിശ്വാസത്തിൽ എന്ത് തകരാറാ പറ്റിയത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ളതാണ് ആ പുസ്തകം. കെ പരമേശ്വരൻ പിള്ള രചിച്ചിട്ടുള്ള ഹിന്ദുധർമ്മ പരിചയം ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ഒരു ആധികാരിക പരിചയപ്പെടുത്തലാണ്. ആ ഗ്രന്ഥത്തിൽ 21-ാമത്തെ അധ്യായം, ഒന്നോ പലതോ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഞാൻ എല്ലാ സദസ്സിലും പരമാവധി ഉദ്ധരിക്കാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര പോയിന്റാണ്. ആളുകൾക്ക് ശരിക്കും പഠിപ്പിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ആരെയും മുശ്രിക്കാക്കലും കാഫറാക്കലും നമ്മുടെ ലക്ഷ്യമല്ല. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക, കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഇതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിന്റെ 148-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫിൽ 1-2 വരികളിൽ കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഒരു ദേവിക്കും ദേവനും സ്വന്തമായി കഴിവില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ട് സഹോദരന്മാരൊക്കെ കുടുംബത്തിലൊക്കെ പെട്ട ഒരുപാട് ആളുകൾ ശിർക്ക് ചെയ്യുന്നവരുണ്ടാവും. അമ്മായി ഉണ്ടാവും, ചിലപ്പോൾ മൂച്ചമ്മ ഉണ്ടാവും, മൂച്ചമ്മന്റെ മകളുണ്ടാവും, പലരും ദർഗയിലും മറ്റിടത്തും മൗലിയാക്കളെ വിളിക്കുന്നവരൊക്കെ ആയിരിക്കും. അവർ പഠിച്ചു വെച്ചോളൂ. കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അതിലെ വിശ്വാസ പറയുന്നു, ഒരു ദേവിക്കും ദേവനും സ്വന്തമായി കഴിവില്ല. അടുത്ത വാചകം, ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുക്കണം. ചിന്തിക്കണം. എന്താ പറഞ്ഞു? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവല്ലാതെ, പടച്ചോൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാനുള്ള കഴിവ് ഒരു ദേവിക്കുമില്ല എന്ന് ആരാ പറയുന്നത്? കെ പരമേശ്വരൻ പിള്ള ഹിന്ദു മതത്തെ പറ്റി പരിചയപ്പെടുത്തുക. ഞാൻ ചോദിക്കുന്നു, ഈ വിശ്വാസമാണ് അവർക്കുള്ളതെങ്കിൽ സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിനെ പറ്റി വാദിക്കുന്ന ഈ വിഭാഗത്തിന്റെ വിശ്വാസവും കെ പരമേശ്വരൻ പിള്ള ഈ അവതരിപ്പിച്ചു തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഞാനത് വളരെ കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആധികാരികമായി തെളിവ് പറയാം. ഈ പറഞ്ഞ പോലെ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം ചാപ്റ്റർ 21 അതിലെ 148-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫ് തെളിവാണ് പറഞ്ഞത്. രണ്ടാമത്തത് ഖുത്ബിയ്യത്ത്, പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ ഖുത്ബിയ്യത്തിലെ 24-25 പേജുകൾ ഇങ്ങനെ വായിച്ചാൽ അവിടെ ചില വിശദീകരണങ്ങളുണ്ട്. അതെന്താ? മൊയ്തീൻ ശൈഖ് റബ്ബാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുസ്ലിയാർ പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകവും ഇത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. എന്താ പറയുന്നത്? മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പടച്ചോനെയാണ്, റബ്ബാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ശൈഖിനെ അല്ലാഹ്